പ്രിയപ്പെട്ട ഷാജി സാഹിബ് അങ്ങനെ മമ്പുറത്തെത്തി. അതിനിപ്പോൾ എന്താ, മമ്പുറത്ത് ആർക്കും പോകാമല്ലോ. അൽഹംദുലില്ലാ ഖൈർ. ഒരുപാട് നെഗറ്റീവ് കോമൻസ് കണ്ടു. ഷാജി സാഹിബ് മമ്പുറത്തെ പട്ട് വിരിക്കുന്നതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു. ഞാനത് പോസിറ്റീവായിട്ട് എടുക്കുകയാണ്. ഇനി അങ്ങനൊരു വിശ്വാസം അദ്ദേഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് അതിൽ നിന്ന് മാറിക്കൂടെ അല്ലേ? ആ മമ്പുറന്തങ്ങരുടെ പട്ട് വിരിച്ച രാജസന്നിധിയിലെത്തുന്നു, അവിടുത്തെ കാൽക്കൽ നിൽക്കുന്നു, അവിടുത്തെ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആ ദുആയിൽ അദ്ദേഹം ആമീൻ പറയുന്നു. റബ്ബുൽ ആലമീന്റെ കാരുണ്യം കിട്ടാൻ അള്ളാഹിന്റെ ഔലിയാക്കളുടെ വഴിയിലൂടെ അല്ലാതെ പിന്നെ എങ്ങോട്ട് നടക്കാനാ അല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീൻ ഖൈറാണെങ്കിൽ ഒരു മുസ്ലിമിന്റെ ദുആ എപ്പോഴും അങ്ങനെ ആയിരിക്കണമല്ലോ. അവനെന്തും ഖൈറാണ് കിട്ടേണ്ടത്. ചില ഘട്ടങ്ങളിൽ ഷെറു പോലും ഈമാനുള്ളവന് ഖൈറായിരിക്കും കേട്ടോ. മമ്പുറന്തങ്ങളുടെ ഹക്ക് കൊണ്ട്, ജാഹ് കൊണ്ട്, ബറക്കത്ത് കൊണ്ട്, നെളറ കൊണ്ട്, എല്ലാ ബറക്കത്തും കൊണ്ടും ഖൈറാണെങ്കിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഷാജി സാഹിബിനെ വിജയിപ്പിക്കട്ടെ. പക്ഷേ ഒരിക്കലും ഷാജി സാഹിബ് ഇങ്ങനെയാകുമെന്ന് ഞാൻ കരുതുന്നില്ല കേട്ടോ. ഇങ്ങനെയാവുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഞാൻ കരുതുന്നില്ല. ചില രാഷ്ട്രീയക്കാരുണ്ടെന്നേ, അവർ ഇലക്ഷന് മുമ്പ് ഭയങ്കര തീവ്ര സുന്നിയും സമസ്തക്കാരനും ഒക്കെ ആയിരിക്കും. സമസ്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമൊക്കെ ആവും. പക്ഷേ ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് അവർ സമസ്തയുടെ എതിരാളികളും സമസ്തയെ പച്ചയ്ക്ക് ചീത്ത പറയുന്ന ആളുകളായിട്ടൊക്കെ മാറും. ഷാജി സാഹിബിനെ കുറിച്ചല്ല, പൊതുവിൽ ചില ആളുകൾ അങ്ങനെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നിഷ്പക്ഷമതികളായ വിശ്വാസികൾക്ക് ഈ മമ്പുറത്ത് പോയി സിയാറത്ത് എന്നൊക്കെ കാണുമ്പോഴേ അവർക്കൊരു വേദന തോന്നുന്നത്. ഇദ്ദേഹം പിന്നീട് ഇതിനെ തിരുത്തി പറയുമോ, തിരിഞ്ഞുകുത്തുമോ എന്നൊക്കെ പേടിച്ചിട്ടായിരിക്കും. അപ്പം അങ്ങനെ ഉണ്ടാവില്ല, നമുക്ക് പ്രത്യാശിക്കാം. മമ്പുറന്തങ്ങരുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹു അദ്ദേഹത്തെ നമ്മയൊക്കെ നന്നാക്കട്ടെ അല്ലേ? ഷാജി സാഹിബിനെ കുറിച്ചല്ല, ചില രാഷ്ട്രീയക്കാർ അങ്ങനെയാണ്. നമുക്ക് നിലപാട് വേണമെന്നേ. രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു കാലം അപ്പുറത്തും ഒരു കാലത്ത് ഇപ്പുറത്തും കൊണ്ടുവന്ന് കുത്തേണ്ട ഒരു സംഗതി ഒന്നുമല്ലല്ലോ. അന്തസ്സുള്ള നിലപാടുള്ള ആളുകളായിട്ട് നമ്മൾ മാറണം. അതായത് ഇലക്ഷന് മുമ്പും ഇലക്ഷന് ശേഷവും ഒരുപോലെയാകണം. ഇലക്ഷന് മുമ്പ് എല്ലാവരുടെയും വോട്ട് കിട്ടാനായിട്ട് അതും ഇതൊക്കെ കാണിച്ചു കൂട്ടും. ഇലക്ഷൻ കഴിയുമ്പോഴേക്ക് അവരെ തിരിഞ്ഞു കുത്തുന്ന ആളുകളൊക്കെ ആവും ചില ആളുകൾ കേട്ടോ. ഷാജി സാഹിബിനെ കുറിച്ചല്ല. അള്ളാഹു അങ്ങനെയുള്ള ആളുകളിൽ നമ്മെ നമ്മുടെ നേതാക്കളെ ഒന്നും പെടുത്താതിരിക്കട്ടെ. അന്തസ്സുള്ളവരിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.